നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആൾമാറാട്ടം നടത്തി സൗദി അറേബ്യയിലേക്ക് കടന്ന പ്രതി ജീവനൊടുക്കിയതായി റിപ്പോർട്ട്. അർപ്പൂക്കര സ്വദേശി മുഹമ്മദ് സാദിഖാണ് സൗദിയിൽ മരിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊല്ലം സ്വദേശിയായ അഷ്റഫ് അയത്തിൽ എന്ന പേരിലാണ് ഇയാൾ സൗദിയിൽ കഴിഞ്ഞിരുന്നത്. നാട്ടിലെത്തിച്ച മൃതദേഹം പോലീസിന്റെ നിരീക്ഷണത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം മുഹമ്മദ് സാദിഖിന്റേതാണെന്ന് ഉറപ്പാക്കിയ ശേഷം സംസ്കരിക്കുകയായിരുന്നു. തൊടുപുഴ സ്വദേശിനിയായ സിജി എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ മുഹമ്മദ് സാദിഖ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയും തുടർന്ന് വ്യാജവിലാസത്തിൽ സൗദിയിലെത്തി പെയിന്റിംഗ് ജോലി ചെയ്ത് ജീവിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത്തരത്തിൽ സിജിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി രജിസ്റ്റർ വിവാഹം നടത്താനെന്ന വ്യാജേന 3 സുഹൃത്തുക്കളുടെ സഹായത്തോടെ നേര്യമംഗലം വനമേഖലയിലെ ചീയപ്പാറയിലെത്തിച്ച് രാത്രി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് രജിസ്റ്റർ ചെയ്ത കേസ്. കൊലപ്പെടുത്തിയ ശേഷം യുവതിയുടെ 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 16,000 രൂപയും തട്ടിയെടുത്ത ശേഷം മൃതദേഹം കൊക്കയിൽ ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു ഇവർ. മുഹമ്മദ് സാദിഖിനെ പിടികൂടാൻ കഴിയാതെ വന്നതോടെ മറ്റു പ്രതികളുടെ വിചാരണ നടത്തി കോടതി ശിക്ഷയും വിധിച്ചിരുന്നു. കൊല്ലം ആയത്തിൽ അഷ്റഫ് സൗദിയിൽ തൂങ്ങി മരിച്ചതായുള്ള പത്രവാർത്തയിൽ മുഹമ്മദ് സാദിഖിന്റെ ചിത്രം കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ഈ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അഷ്റഫ് എന്ന പേരിൽ കഴിഞ്ഞത് മുഹമ്മദ് സാദിഖ് എന്ന് പോലീസ് കണ്ടെത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.